Good afternoon, ma'am. Good afternoon, ma'am. Afternoon, ma'am. Good afternoon. ഇനി ഞാനായിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന കണ്ടിന്യൂസ് 2 മണിക്കൂർ ബോറടിച്ചിരിക്കാൻ തയ്യാറായിട്ടിരിക്കുക. അങ്ങനെയൊന്നുമില്ലേ മാം? ഓക്കെയാണ്. എന്താ അങ്ങനെ ബോറടി ഒന്നും ഇല്ല. ഇല്ല, നല്ല ചാപ്റ്റർ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. കഴിയാവുന്ന രീതിയിൽ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. കുറച്ച് കാര്യങ്ങള് ഞാൻ പറയുമ്പോൾ എഴുതിയെടുക്കാം കേട്ടോ. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് എഴുതിയെടുക്കണം. മലയാളത്തിലൊന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതിയെടുക്കാൻ നോട്ടില്ല. ചാപ്റ്ററിന്റെ പേര് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് നാബ് എന്നാണ് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഏത് ചാപ്റ്ററാ ഉണ്ടാവുന്ന? 44 ആണ് വരുന്നത്. ഇതിനകത്ത് 11 കിടക്കുന്നത്. 44 ആണ് കേട്ടോ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് നാബ് എല്ലാവർക്കും കിട്ടിയോ? Yes. കിട്ടി മാം. ചാപ്റ്ററിന്റെ പേര് ഞാൻ മൈക്ക് ഓഫ് ചെയ്യാം കേട്ടോ. മൈക്ക് ഓഫ് ചെയ്യാണ്. ചാപ്റ്റർ തുടങ്ങാൻ പോവാണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് വായിക്കുമ്പോ തന്നെ നമുക്കറിയാം ക്വാളിറ്റി ആണ് അല്ലെ. ഗുണനിലവാരത്തെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ മൊത്തം എന്ത് പറയുന്നത്. നമ്മൾ ഈ മൊത്തം ഡിസ്കസ് ചെയ്യുന്നത് ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ നാബുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ വായിക്കാം. ഓക്കെ. Degree to which a series of inherent characteristics fulfill needs international organization for standardization. Characteristics suggest a distinguishing feature. Requirements are a need for assumption that is stated, normally implied or mandatory. Degree of adherence to pre-established criteria or standards. ഇത് പറയണമെന്ന് വെച്ചാല് നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങൾക്കും ധാരാളം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, ജീവജാലങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഒരു പ്രത്യേക സവിശേഷത ഇതിനെ നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാധനങ്ങൾക്കും എന്തുണ്ട്? ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്ന മാനദണ്ഡമാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ പറയുന്നത്. ഞാൻ അത് ചുരുക്കി പറഞ്ഞുതരാം. നമ്മളിപ്പോ ഡെയിലി നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ഓരോ സർവീസുകൾ നമ്മൾ കൈപ്പറ്റുന്നുണ്ട്. ഇപ്പൊ പ്രൊഡക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ ധാരാളം ആളുകൾ സോപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും. ഇനി സോപ്പ് ഉപയോഗിക്കുന്ന കുറെ ആളുകളുണ്ട്. അതായത് ഫേസ് വാഷുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു സോപ്പ് മേടിച്ചു അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് മേടിക്കുകയാണെന്ന് വിചാരിക്കാം. അത് നമ്മൾ മേടിക്കുമ്പോൾ അതിന്റെ ഗുണനിലവാരം നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? നമ്മളത് മാർക്കറ്റിൽ നിന്ന് മേടിക്കുക. ഗുണനിലവാരമുള്ള സാധനങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുക? നമ്മൾ മേടിക്കുക അല്ലേ. അതിനു മുമ്പ് നമുക്ക് ധാരാളം കാര്യങ്ങൾ കിട്ടും. ഇത് ഇങ്ങനെയാണ്, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് പരസ്യങ്ങളിലൂടെയും അല്ലാതെയൊക്കെ ധാരാളം അറിയാനായിട്ട് സാധിക്കും. അതിനുശേഷമാണ് എന്ത് ചെയ്യുക? നമ്മൾ ആ പ്രൊഡക്റ്റ് മേടിക്കാനായിട്ട് ചെല്ലുക.
നമ്മളത് ആ പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചു, നമ്മളത് ഉപയോഗിച്ചു നോക്കിയപ്പോൾ നമ്മൾക്ക് മനസ്സിലായി അത് എത്രത്തോളം നല്ലതാണ്. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് കേട്ടോ, അതിന്റെ ഗുണനിലവാരം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗുണനിലവാരമുള്ള സാധനങ്ങളാണ് എന്ത് ചെയ്യുക, ആളുകള് മേടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പോ നമ്മള് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ കൈപ്പറ്റുന്ന എല്ലാ സർവീസുകൾക്കും, സർവീസ് എന്ന് പറയുന്നത് ഇപ്പൊ ഹോസ്പിറ്റലിൽ നൽകുന്ന എന്താണ്, സർവീസ് ആണ് നമുക്ക് തരുന്നത് അല്ലെ. നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നത് നമ്മളെ സ്വീകരിക്കുന്നു, നമ്മളെ റിസീവ് ചെയ്യുന്നു, നമ്മൾക്ക് വേണ്ടിയുള്ള കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ എന്താണ് സർവീസിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് സർവീസ് കിട്ടുന്നുണ്ടോ, നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളെ കെയർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അതും എന്താണ്, അങ്ങനെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്, അത് ആ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ബന്ധപ്പെടുത്താവുന്നതാണ്. അപ്പോ ഇത്തരത്തിലുള്ള ക്വാളിറ്റിയെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഏകദേശം ഒരു ധാരണ കിട്ടിയോ? ഓക്കെ, ഞാൻ ഇനി എഴുതിയെടുക്കണം എന്ന് പറഞ്ഞത് ഈ താഴെ പറയുന്ന 5 കാര്യങ്ങളാണ്. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്, അതായത് നമ്മുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് 5 സ്റ്റെപ്പുകൾ ഉണ്ട്. ആ 5 സ്റ്റെപ്പുകളിലൂടെ എല്ലാത്തിലും ക്വാളിറ്റിയെ തന്നെയാണ് പറയുന്നത്, എന്നാലും കുറച്ച് വ്യത്യാസങ്ങൾ ഓരോന്നിലും ഉണ്ട്. അതൊന്നും നമുക്ക് ആദ്യം എഴുതിയെടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഷ്വറൻസ് ആണ്. ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത് is a part of quality management centered on providing confidence that quality requirements will be satisfied. ഓക്കെ, എന്താ പറയുന്നത് ഇതിനകത്ത്, അതായത് അതിന്റെ എഴുതിയെടുത്തോളൂ കേട്ടോ. ഗുണനിലവാര മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി അഷ്വറൻസ്. ഗുണനിലവാര മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി അഷ്വറൻസ്. അടുത്തത്, ഗുണനിലവാര ആവശ്യകതകൾ തൃപ്തികരമാകുമെന്ന ആത്മവിശ്വാസം ഇത് നൽകുന്നു. ഗുണനിലവാര ആവശ്യകതകൾ, അതായത് ക്വാളിറ്റി നീഡ്സ് സാറ്റിസ്ഫൈഡ് ആകുമെന്ന കോൺഫിഡൻസ് ഇത് നൽകുന്നുണ്ട്. ഗുണനിലവാര ആവശ്യകതകൾ തൃപ്തികരമാകുമെന്ന ആത്മവിശ്വാസം ഇത് നൽകുന്നു. ബ്രാക്കറ്റിൽ എഴുതുക, ഗുണനിലവാര ഉറപ്പ് നൽകുന്നു. ഗുണനിലവാര ഉറപ്പ് നൽകുന്നു. ഞാൻ പറഞ്ഞു, അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇത് ഗുണനിലവാര മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞാല്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾക്കത് സാറ്റിസ്ഫൈഡ് ആയാൽ, നമ്മൾ അതിൽ ഒരു ഫേസ് വാഷ് വാങ്ങി, ആ ഫേസ് വാഷ് നമ്മൾ വീട്ടിൽ വന്ന് ഉപയോഗിച്ചു, നിരന്തരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ വല്ലാത്ത ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾക്ക് എന്ത് തോന്നും, അതിനോട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും അല്ലെ. നമ്മള് കൊടുത്ത പൈസക്ക് എന്താ പറയാ, അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയെന്നുള്ളൊരു തോന്നല് നമുക്ക് ഉണ്ടാവും. നമുക്ക് കൂടുതൽ നമ്മുടെ മുഖം വെളുക്കുക അല്ലെങ്കിൽ മുഖത്തെ കുരുക്കളൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക ചെയ്യുന്നത്. ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിലൂടെയാണ് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റ് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടുന്നു, അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ദെൻ അതിൽ നിന്ന് നമുക്കത് വാങ്ങാനുള്ള കോൺഫിഡൻസ് കൂടി വരും. ഇത് തന്നെ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് നിങ്ങളൊന്ന് സിമിലറൈസ് ചെയ്ത് നോക്കി, ഒന്ന് ഉപയോഗിച്ച് നോക്കി എങ്ങനെയാണെന്ന്. ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യം ഒരു വ്യക്തി നമ്മൾ പോകുന്നു, നമ്മൾ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്നു. അവിടുത്തെ ട്രീറ്റ്മെന്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു അല്ലേ. നമുക്ക് എന്താ കിട്ടുന്നതിലൂടെ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, കൂടാതെ നമ്മുടെ ആത്മവിശ്വാസവും വർദ്ധിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ എന്നെ നോക്കിക്കൊള്ളുന്ന ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാക്കി തരുന്നു. ദാറ്റ് ഈസ് ക്വാളിറ്റി അഷ്വറൻസ്. ക്ലിയർ ആണോ? മനസ്സിലായോ? The next one, quality improvement. QI. Quality improvement നോക്കാം നമുക്ക്. Is an ongoing response to quality evaluation data about the service in ways that enhance the process by which services are given to consumer patients. എഴുതിയെടുക്കുക കേട്ടോ. ഗുണമേന്മ മെച്ചപ്പെടുത്തലുകൾ എന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അഥവാ ഗുണമേന്മ മെച്ചപ്പെടുത്തലുകൾ എന്നത്
ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് സേവനങ്ങൾ നൽകുന്ന പ്രക്രിയ ആണ്. ഓക്കെ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാല് ഗുണഭോക്താക്കൾ, അതായത് ഗുണമേന്മ മെച്ചപ്പെടുത്തൽ, അതായത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞത് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പേഷ്യൻസിന് സർവീസ് കൊടുക്കുന്ന നിരന്തരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ട്രീറ്റ്മെന്റിനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ സേവനം കൈപ്പറ്റുവാണല്ലോ. ആ സേവനം കൈപ്പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സേവനം നമ്മൾക്ക് തന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു കസ്റ്റമർ ആവാം അല്ലെങ്കിൽ ഒരു രോഗിയാകാം, നമ്മൾക്ക് നമ്മുടെ എന്താ പറയാ, നമ്മുടെ രോഗത്തിന് ഉതകുന്നത് അല്ലെങ്കിൽ നമ്മുടെ രോഗം മാറുന്നത് വരെ അവരെന്ത് ചെയ്യാണ്, നിരന്തരമായിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ എനിക്കൊരു പനി വന്നെന്ന് വിചാരിക്കാം, ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ആ പനി എന്ന് പറഞ്ഞാൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പനിയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ രോഗം എനിക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാം, അല്ലെങ്കിൽ വിദേശത്ത് നിന്നുള്ള ഡോക്ടേഴ്സിനെ വരുത്താം. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതായത് ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് മികച്ച രീതിയിലുള്ള പേഷ്യന്റ് കെയർ കിട്ടാൻ വേണ്ടിയിട്ട് മികച്ച രീതിയിൽ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പറയുന്നത്. കേട്ടോ, ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. TQM എന്താണ്? Total quality management is a system of management centered on the principle that every member of staff should be committed to keeping high standards of working every aspect of a hospital's operation. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉയർന്ന നിലവാരമുള്ള ജോലികൾ നിലനിർത്താൻ ഓരോ ജീവനക്കാർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിന്റെ ഒരു എന്താ പറയാ, അതിനെ കുറിച്ച് പറയുന്ന ഒരു സംവിധാനമാണെന്ത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കേട്ടോ, അതായത് ഹോസ്പിറ്റലിലെ എല്ലാത്തരം ജോലികളും ചെയ്യാൻ ഓരോരുത്തരെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് അത് ജോലി ചെയ്ത് തീർക്കാനായിട്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് എന്ത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉയർന്ന നിലവാരമുള്ള ജോലികൾ നിലനിർത്താൻ ഓരോ ജീവനക്കാർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, 3 കാര്യങ്ങളും ക്ലിയർ ആണോ? അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത പറയാലോ, 4ാമത്തെ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉയർന്ന ഗുണനിലവാരമുള്ള ജോലികൾ ചെയ്യാനായിട്ട് ഓരോ ജീവനക്കാർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന തത്വത്തില് ആ തത്വം പറയുന്നതാണ് എന്ത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, അത് ഉയർന്ന ജോലിയുള്ളവർക്കാവട്ടെ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് പോലുള്ള ജോലികൾ ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവരും അവരുടെ ജോലികൾ ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കണം. അവര് തയ്യാറായാൽ മാത്രമാണ് നമുക്ക് ഉയർന്ന ഗുണനിലവാരമുള്ള കാര്യങ്ങൾ പേഷ്യന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ക്വാളിറ്റി, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്.
Then നാലാമത്തേത് ടോട്ടൽ ക്വാളിറ്റി കെയർ ഇസ് ദ പ്രൊവിഷൻ ഓഫ് ദ ബെസ്റ്റ് പോസിബിൾ കെയർ ത്രൂ കോൺസ്റ്റന്റ്ലി എൻഹാൻസിംഗ് സർവീസ് ടു മീറ്റ് ഓർ എക്സീഡ് ദ നീഡ്സ് ആൻഡ് ഹോപ്സ് ഓഫ് ദ കസ്റ്റമർ. ക്വാളിറ്റി ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് എഴുതിക്കോളൂ കേട്ടോ. ഉപഭോക്താവിന്റെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുന്നതിന് നിരന്തരം മെച്ചപ്പെടുത്തുന്ന സേവനത്തിലൂടെ സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം നൽകുന്നതാണ്. ടോട്ടൽ ക്വാളിറ്റി കെയർ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഉപഭോക്താവിന്റെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുന്നതിന് നിരന്തരം മെച്ചപ്പെടുത്തുന്ന സേവനത്തിലൂടെ സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം നൽകുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. അതായത് ഒരു പേഷ്യന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആയിക്കോട്ടെ, അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രതീക്ഷകളും നിറവേറ്റുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു സോപ്പ് മേടിച്ചു. സോപ്പ് മേടിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ദേഹത്തിന്റെ ശരീരത്തിലെ അഴുക്കുകളൊക്കെ കളഞ്ഞ് നമ്മുടെ ശരീരം എന്താണ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അത് എന്തിനാണ് നമ്മൾ മേടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷ നിറവേറ്റുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ നിറവേറ്റാനും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇതവര് തരുമ്പോൾ തുടർച്ചയായിട്ടാണ് നമുക്ക് തരുന്നത്. ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യില്ല? സ്റ്റോപ്പ് ചെയ്യില്ല. അതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയി ഒരു സേവനം, നമ്മളൊരു ഏതെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ മരുന്ന് വാങ്ങിക്കുകയാണ്. നമ്മൾ തിരിച്ചു വന്നാൽ നമ്മുടെ ഭേദമായി. വീണ്ടും ഒരു അസുഖം വന്നാല് നമ്മൾക്ക് ആ ഒരു ഹോസ്പിറ്റലിനെയാണ് വിശ്വാസമെങ്കിൽ നമ്മൾ വീണ്ടും അവിടേക്കാ പോവുള്ളൂ അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. എപ്പോഴും നമുക്ക് എന്ത് തന്നുകൊണ്ടിരിക്കും? നിരന്തരമായിട്ട് നമ്മളെ ഇങ്ങനെ പരിചരിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ടോട്ടൽ ക്വാളിറ്റി കെയർ. അവരെ കൊണ്ടാകുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കെയർ ആണ് എന്ത് ചെയ്യാം? അവര് നമുക്ക് വേണ്ടി തരാം. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഞാൻ അഞ്ചാമത്തെ പറയാണ് കേട്ടോ. നാലാമത്തെ കാര്യം ക്ലിയർ ആയോ? ഈ ഒരു ഭാഗം മാത്രമാണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ മനസ്സിലാക്കി എടുക്കാൻ. Fifth one, quality control അഥവാ QC is a procedure or a set of procedures that intends to make sure that a medical service adheres to a defined set of quality criteria or meets the requirements of the client or customer. ഇവിടെ എന്താ പറയുന്നേ? ക്വാളിറ്റി കൺട്രോൾ എന്ന് എഴുതിയെടുക്കുക കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ എന്നത് ഒരു നടപടിക്രമം. അല്ലെങ്കിൽ ഒരു നടപടിക്രമങ്ങളുടെ കൂട്ടമാണ്. അത് മെഡിക്കൽ സേവനം ഒരു നിശ്ചിത ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ക്ലയന്റിന്റെയോ ഉപഭോക്താവിന്റെയോ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. ഓക്കെ, അപ്പോ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു നടപടിക്രമം അല്ലെങ്കിൽ നടപടിക്രമങ്ങളുടെ ഒരു കൂട്ടമാണ്.
അത് മെഡിക്കൽ സേവനം ഒരു നിശ്ചിത ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഇന്ന ഗുണനിലവാരത്തോടു കൂടിയാണ് ആ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ വരുന്ന ക്ലയന്റിനോ അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിനോ അവരുടെ ആവശ്യങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിറവേറ്റി കൊടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇത് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഓരോ ഹോസ്പിറ്റലിനും ഓരോ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല അടുത്ത ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്, ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോ ഏതൊരു ഹോസ്പിറ്റലായാലും നമ്മള് ചെല്ലുന്ന ഹോസ്പിറ്റലില് അവര് എന്താണ് പേഷ്യൻസിന് കൃത്യമായിട്ട് ഒരു പരിചരണം കൊടുക്കുന്നുണ്ടോ, പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലാണ് അവർ പരിചരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് എന്ത് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് പറയാം, ക്വാളിറ്റി കൺട്രോൾ എന്നത് ഒരു നടപടിക്രമം അല്ലെങ്കിൽ നടപടിക്രമങ്ങളുടെ കൂട്ടമാണ്. അത് മെഡിക്കൽ സേവനം ഒരു നിശ്ചിത ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അത് മെഡിക്കൽ സേവനം ഒരു നിശ്ചിത ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ക്ലയന്റിന്റെയോ ഉപഭോക്താവിന്റെയോ ആവശ്യകതകൾ അല്ലെങ്കിൽ ക്ലയന്റിന്റെയോ ഉപഭോക്താവിന്റെയോ ആവശ്യകതകൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. നിറവേറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ക്വാളിറ്റി അഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് പോയിന്റ് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ, ക്ലാസ് തീരാറാവുമ്പോ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ നിങ്ങള് ഇപ്പൊ ക്വാളിറ്റി അഷുറൻസ് എന്താണെന്ന് നോക്കി, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ടോട്ടൽ ക്വാളിറ്റി കെയർ, ക്വാളിറ്റി കൺട്രോള്, ഈ 5 കാര്യങ്ങളില് ഷോർട്ട് ഫോം വന്നിരിക്കുന്ന കണ്ടോ നിങ്ങള്? ക്വാളിറ്റി അഷുറൻസ് അഥവാ QA, പിന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അഥവാ QI, പിന്നെ TQM, പിന്നെ QC, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഷോർട്ട് ഫോം വന്നിരിക്കുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോവാ കേട്ടോ. എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും, എന്നാലും എന്താ പറയാ മനസ്സിലാക്കി വെക്കുക, ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. ചോദിക്കാം, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത് എന്താണ്? ക്വാളിറ്റി അഷുറൻസ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഷോർട്ട് ഫോം QA എന്താണ്, QI എന്താണെന്നൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്ത് പോവാ കേട്ടോ. ഇനി നിങ്ങൾ നോക്കിയതിന്റെ താഴെയായിട്ട് പറഞ്ഞിരിക്കുന്നത് ISO 9000 defines quality control as a part of quality management, focus on fulfilling quality requirements. ISO 9000 ഗുണനിലവാര നിയന്ത്രണത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ISO 9000 എന്താണ്? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങള്, സേവനങ്ങള്, എന്തുമാകട്ടെ ഇതിന് അംഗീകാരം നൽകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങള് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ISO സർട്ടിഫൈഡ് എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചില പാത്രങ്ങളിലൊക്കെ ഉണ്ടാകും, ചില പൈപ്പുകളിലൊക്കെ ഉണ്ടാകാം ISO എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അല്ലെ? കണ്ടിട്ടുണ്ട്. അപ്പോ ഗുണനിലവാര നിയന്ത്രണത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. ISO 9000, അതായത് ISO ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തെ നിർവചിച്ചിട്ടുണ്ട്. എന്താണ് നിർവചിച്ചിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഗുണനിലവാര ആവശ്യകതകൾ നിറവേറ്റുന്നത് ഗുണനിലവാര മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അതായത് ക്വാളിറ്റി ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ക്വാളിറ്റി ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ആ ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എവിടെയാണോ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങട്ടെ, ഒരു സർവീസ് നമ്മൾ സ്വീകരിക്കട്ടെ, ആ ഒരു പ്രൊഡക്റ്റിന്റെയോ അല്ലെങ്കിൽ ആ ഒരു സർവീസ് തരുന്ന ആളുടെയോ ഉത്തരവാദിത്തമാണെന്ത്? അതായത് ക്വാളിറ്റി, ഗുണനിലവാരം, അതായത് ഗുണനിലവാരം നമുക്ക് കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് അവരുടെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഒരു സോപ്പ് മേടിച്ച കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളത് കേട്ടോ. അതാണ് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത് നോക്കിയാൽ നിങ്ങള്
Hospital quality management. Hospital quality management refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards so that the hospital functions in a desirable condition. Hospital quality management എന്നത് വ്യത്യസ്ത hospital quality അളവുകളും മാനദണ്ഡങ്ങളും പ്രയോഗിച്ച് മൊത്തത്തിലുള്ള hospital operation കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഘടകം പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ജോലി എന്താണ്? അതായത് ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി അളവുകളുണ്ട്, അതായത് എക്യുപ്മെന്റുകൾ, അതുപോലെ തന്നെ സ്റ്റാഫുകൾ, അവർ പെർഫോം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിനെയാണ് ക്വാളിറ്റി മെഷർമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പല പല ക്രൈറ്റീരിയ ഉണ്ട്. ഓരോ ഹോസ്പിറ്റലുകളും എന്താ പറയാ നടപ്പിലാക്കേണ്ട പല പല ക്രൈറ്റീരിയ ഉണ്ട്. ഇത് ഓവറോൾ പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ അവിടെ സ്റ്റാഫുകൾ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള രീതിയുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മരുന്നുകൾക്ക് അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന സേവനങ്ങൾക്ക് നിശ്ചിത ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ട ആവശ്യകതകളുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ആശുപത്രിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് നടപ്പിലാക്കുന്നത്. ക്ലിയർ ആണോ? ഇവിടം വരെ പറഞ്ഞത് ക്ലിയർ ആയോ? ഇനി നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജോലി വിവരങ്ങൾ അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. The quality manager in hospital must support the quality assurance program cell at the hospital and be responsible for working out and establishing quality procedures, standards and specifications in hospital. She must pursue quality improvement in all the process and procedures of the hospitals and share reports. ഇവിടെ എന്താ പറയുന്നേ? അതായത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഹോസ്പിറ്റൽ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെൽ ഉണ്ടാവും. അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട വ്യക്തി ആരാണ്? ഈ ഒരു ക്വാളിറ്റി മാനേജറാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള പലതരത്തിലുള്ള ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പല നടപടിക്രമങ്ങളും അതുപോലെ തന്നെ മാനദണ്ഡങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിനെ പ്രവർത്തിപ്പിക്കുന്നത്, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? ക്വാളിറ്റി മാനേജറാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം എക്യുപ്മെന്റ്സ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? ആ എക്യുപ്മെന്റ്സുകളുടെ ഗുണനിലവാരം, അത് എവിടെ നിന്നാണ് മേടിച്ചത്, എത്ര നാളാണ് അതിന്റെ കാലാവധി, എന്തെങ്കിലും തകരാറുകൾ പറ്റിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ആരാണ്? ക്വാളിറ്റി മാനേജറാണ്. അപ്പോ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിട്ട് എന്തായിക്കോട്ടെ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഗുണനിലവാരം അളക്കുന്നത്, അത് ചെക്ക് ചെയ്യുന്നത് ആരാണ്? ക്വാളിറ്റി മാനേജർ ആണെന്ന് ഓർത്തുവയ്ക്കുക. ഓക്കെ. അതുപോലെ തന്നെ ആശുപത്രികളുടെ എല്ലാ പ്രക്രിയകളും നടപടിക്രമങ്ങളും മെച്ചപ്പെടുത്താൻ അവൾ നിർബന്ധിതരാകുകയും വേണം എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാ ആശുപത്രിയിൽ എന്ത് പ്രൊസീജിയർ നടന്നാലും അതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആര് നിർബന്ധിതരാകണം? ഇല്ലെങ്കിൽ അവനായിരിക്കാം അല്ലെങ്കിൽ അവളായിരിക്കാം ക്വാളിറ്റി മാനേജർ. അവര് അതിന് മേൽനോട്ടം വഹിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ റിപ്പോർട്ടുകള് കളക്ട് ചെയ്യുകയും വേണം. അപ്പോ നമുക്ക് ഇതിന് ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആരാണ് ക്വാളിറ്റി ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ പിന്തുണയ്ക്കുന്ന വ്യക്തി? ആരാണ് പിന്തുണയ്ക്കുന്നത്? ആരാ പിന്തുണയ്ക്കുക? കമന്റ് ചെയ്തേ ഒന്ന്. ക്വാളിറ്റി മാനേജറാണ്. അണ്ടർലൈൻ ചെയ്യാട്ടോ.
Then ചില റെസ്പോൺസിബിലിറ്റീസ് വേറെ കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റി മാനേജറുടെ, അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ensuring good quality non-clinical services such as infection prevention, security, diet, etc. ആദ്യത്തേത് അണുബാധ തടയലാണ്. അതുപോലെ തന്നെ അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഫെക്ഷൻ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ സുരക്ഷ നോക്കണം. ദെൻ ഭക്ഷണക്രമം തുടങ്ങിയ നല്ല നിലവാരമുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ ഉറപ്പാക്കൽ. നമുക്കറിയാം ആശുപത്രിയിലെ ക്യാൻറ്റീൻ ഒക്കെ എന്താണ്, അതായത് ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ടാൽ അതായത് രോഗികൾക്കും അതുപോലെ തന്നെ മറ്റു പല ആളുകൾക്കും എന്താ പറയാ ഫുഡ് സെർവ് ചെയ്യുന്നത് അവിടെയുള്ള ക്യാൻറ്റീനുകളാണ്. അപ്പൊ അവിടെയുള്ള ഫുഡിനൊക്കെ എന്താണ് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ചുമതലയാണ്? ക്വാളിറ്റി മാനേജറുടെ ചുമതലയായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ അണുബാധ നിയന്ത്രണം, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സുരക്ഷ, അതുപോലെ തന്നെ ഭക്ഷണക്രമം തുടങ്ങിയ നിലവാരമുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ ഉറപ്പാക്കുക എന്നത് ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നു. Then second point, ensuring clean background of OPD areas, wards, labor room, OT and patient facilities and outsourced services. Clean background ഉറപ്പുവരുത്തുക. ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയകളും ക്ലീൻ ആക്കി വെക്കുക, അല്ലെങ്കിൽ അതിന് സൂപ്പർവിഷൻ കൊടുക്കുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. ദെൻ OPD ഏരിയാസ്, ലേബർ റൂമുകള്, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെയുള്ള എല്ലാ ഏരിയകളിലും ക്വാളിറ്റി അവിടെ നല്ല ഗുണനിലവാരം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ്. മൂന്നാമത്തേത് പീരിയോഡിക്കൽ അസസ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് അറൈവ് വിത്ത് സ്കോർ ഫോർ ദ ഫെസിലിറ്റീസ്. അതായത് ഓരോ ഏരിയകളിലും ചെന്നിട്ട് പീരിയോഡിക്കൽ അസസ്മെന്റ് നടത്തുക, അതായത് ഓരോന്ന് ഒബ്സർവ് ചെയ്യുക. അതായത് എക്യുപ്മെന്റുകളുടെ ഏരിയ, സ്റ്റോറേജ് റൂമിലൊക്കെ ചെന്നിട്ടാണെങ്കിൽ ഓരോരോ എക്യുപ്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ അടുത്ത് ചെന്നിട്ടാണെങ്കിൽ അവർ നല്ല രീതിയിൽ ജോലി എടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു സ്കോർ നൽകുക, മാർക്ക് നൽകുക. അപ്പൊ 10ൽ 10, 10ൽ 9 അങ്ങനെയുള്ള മാർക്കുകൾക്ക് കൊടുക്കില്ലേ, ഇതിനുള്ള മാർക്കുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആനുവൽ ഇയർ ആവുമ്പോൾ ആനുവൽ എൻഡിങ്ങില് അവർക്ക് കൊടുക്കാറുണ്ട് അവാർഡുകളും അതുപോലെ തന്നെ ബഹുമതികളും കൊടുക്കാറുണ്ട് അല്ലെ. എന്തിന്റെ ബേസിലാണ് ഇത് കൊടുക്കുന്നത്? ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, ഏറ്റവും ഗുണനിലവാരത്തോടു കൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു അംഗീകാരം കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള മാർക്ക് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് ക്വാളിറ്റി മാനേജറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് പീരിയോഡിക്കൽ അസസ്മെന്റ്. ഓക്കെ, അത് വായിച്ചു. നാലാമത്തെ പോയിന്റ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്സ്, ഗ്യാപ്പ് അനാലിസിസ്, ഇവോൾവ് ആക്ഷൻ പ്ലാൻ ഓൺ ദ അഡ്വൈസ് ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ കംപ്ലയിൻസ്. അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അത് ആശുപത്രിയിൽ ചുമതലയുള്ള ആളുകളുടെ ഉപദേശപ്രകാരം പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കുകയും അതുപോലെ തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുക. ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്സ് എന്ന് പറഞ്ഞാലേ സ്റ്റാഫുകളൊക്കെ ജോലി എടുക്കുമ്പോൾ ചിലർ മടി കാണിക്കാറുണ്ട്, അതുപോലെ തന്നെ ചിലർ അലക്ഷ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതിനെയാണ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആളുകളുടെ അലക്ഷ്യമായിട്ടുള്ള പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ ജോലി ചെയ്യാനായിട്ട് മടിയുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള സ്റ്റാഫുകളൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിന് ബന്ധപ്പെട്ട ആളുകളെ അത് അറിയിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക. സ്റ്റാഫുകൾ മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ അത് ക്വാളിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കും അല്ലെ, ഒരു ബാഡ് ഇമേജിന് ഇടയാക്കും. അപ്പോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. Fifth point, facilitate conduct of meeting connected with the quality certification. ഇനി ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് നടത്തുന്നതിന് സൗകര്യമൊരുക്കുക. നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിലും സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അക്രഡിറ്റേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ, മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ക്വാളിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ടുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു ക്വാളിറ്റി മാനേജർ ആണെന്ന് ഉറപ്പുവരുത്തിയാണ്. Then ensuring that the hospital meets all regulatory complaints like BMW waste management, blood bank, storage license, AREB regulations, radiation license. അതുപോലെ തന്നെ മറ്റു ഒരു കാര്യമാണ് ഹോസ്പിറ്റലിന്റെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഹോസ്പിറ്റലിലെ മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ.
ഓക്കെ, BMW എന്ന് പറഞ്ഞാല് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ. പിന്നെ ബ്ലഡ് ബാങ്ക് പ്രോപ്പർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജ് ലൈസൻസ്, അതായത് മരുന്നുകൾ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ AREB റെഗുലേഷൻസ്. AREB റെഗുലേഷൻസ് ഇവിടെ പറയുന്നുണ്ട് റേഡിയേഷൻ ലൈസൻസ് ആണെന്ന് അല്ലെ. അപ്പൊ ഒന്ന് എഴുതി വെക്കുക, AREBയുടെ ഫുൾ ഫോം എഴുതി വെക്കുക കേട്ടോ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്? അതായത് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ റേഡിയേഷൻ കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റേഡിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള AREB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, AREB കേട്ടോ, AREB ആണ്. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ റേഡിയേഷൻ കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റേഡിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതായത് റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ട് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് എന്ത് നടത്തുക, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നടത്തുക. അപ്പൊ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ, ഇത്രയുമായിട്ട് അവിടെ പറയുന്നേ. Then 7th point, keep a record of non-functional equipment and timeline for its repair along with the AMC for all equipment. അതായത് പ്രവർത്തിക്കാത്ത പലതരം എക്യുപ്മെന്റുകൾ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ റെക്കോർഡ് സൂക്ഷിക്കേണ്ടത് ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ്. അതുപോലെ തന്നെ ആ എക്യുപ്മെന്റുകൾക്ക് എത്ര നാൾ കൊണ്ട് അത് റിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യവും ആരാണ് സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾക്ക് എത്ര നാൾ കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവിഷൻ കൊടുക്കുന്നതും ഈ ഒരു ക്വാളിറ്റി മാനേജർ ആണ്. മാത്രമല്ല AMC എന്ന് പറഞ്ഞാൽ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആണ് കേട്ടോ. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്, നമ്മൾ എന്തെങ്കിലും എക്യുപ്മെന്റുകൾ വാങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വാറന്റി കടലാസുകൾ ഉണ്ടാവും അല്ലെ, അതിനെയാണ് എന്ത് പറയാ? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറയാം കേട്ടോ. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഉപകരണം വാങ്ങി, ഒരു എക്യുപ്മെന്റ് വാങ്ങി, അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ ഇത് അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ആളുകൾ വരും. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരാളെ തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുക. ഇന്ന വർഷത്തേക്കായിരിക്കും അവര് കോൺട്രാക്റ്റിൽ ഒപ്പിടുക. അതായത് ആ ഹോസ്പിറ്റലിലെ എന്ത് തരം എക്യുപ്മെന്റ് കേടായിക്കോട്ടെ അത് നന്നാക്കി കൊള്ളാമെന്നുള്ളൊരു കോൺട്രാക്ട് അവർ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോ അത്തരത്തിലുള്ള എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജസ് വരികയാണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള AMC റെക്കോർഡുകളും ആരാണ് സൂക്ഷിക്കേണ്ടത്? ക്വാളിറ്റി മാനേജർ ആണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. അടുത്തത് പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവാർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് വെഹിക്കിൾസ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിനും പ്രതിരോധത്തിനുമുള്ള നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്യുക, പ്രവർത്തിക്കുക. ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടി, അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് തടസ്സങ്ങളൊക്കെ വന്നാൽ അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, അത് പ്രവർത്തിപ്പിക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ എക്യുപ്മെന്റ്സുകൾ ഉണ്ടെങ്കിലോ ആംബുലൻസ് പോലുള്ള വാഹനങ്ങളൊക്കെ എന്തെങ്കിലോ ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ ആശുപത്രി ചിലപ്പോൾ പുതുക്കി പണിയാ അല്ലെ, ചില ആശുപത്രികളിൽ ചിലപ്പോൾ ചോർച്ച വന്നിരിക്കാം, അല്ലെങ്കിൽ വിൻഡോസ് പൊട്ടിപ്പോയെന്നിരിക്കാം, ഡോറുകൾ കേടായെന്നിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം. അപ്പൊ ആശുപത്രിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ക്വാളിറ്റി മാനേജറാണ്. ഓർത്തു വെക്കുക കേട്ടോ. 8 പോയിന്റ് പറഞ്ഞു, മനസ്സിലായോ? 8 പോയിന്റ് മനസ്സിലായോ? Then 9th point, to install and virtual grievances proposal system both for employees and the patients.
AMC എന്ന് പറഞ്ഞാൽ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് കേട്ടോ, ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. എന്താണ് വിർച്വൽ? വിർച്വൽ എന്താണ്? വിർച്വൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് വിർച്വൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമന്റ് ചെയ്ത ആരെങ്കിലും വിർച്വൽ എന്താണ്? എന്താ വിർച്വൽ? ഒന്ന് പറയാമോ ആരെങ്കിലും? വിർച്വൽ എന്താ മീൻ ചെയ്യുന്നത്? വെർച്വൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് വെർച്വൽ ക്യൂ? ആർക്കറിയില്ലേ? ഒറിജിനൽ അല്ലാത്തതാണോ? വെർച്വൽ എന്താണ്? ഓർഡർ. ഇൻവിസിബിൾ. ആ, ഇൻവിസിബിൾ. അതായത് ഡയറക്റ്റ് ആയിട്ട് ഇല്ലാത്തതെന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ അതായത് ഹോസ്പിറ്റലിലെ എംപ്ലോയീസിനും അതുപോലെ തന്നെ പേഷ്യൻസിനും ധാരാളം കംപ്ലൈന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ അതോറിറ്റിക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിർച്വൽ ആയിട്ട് എന്ത് ചെയ്യാം? പ്രസന്റ് ചെയ്യാവുന്നതാണ് അല്ലെ? ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് മുഖേനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാധ്യമങ്ങൾ മുഖേന നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ എന്താണ് അറിയിക്കാവുന്നതാണ്. അപ്പൊ അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നത് ക്വാളിറ്റി മാനേജറാണ്. അതായത് ആ ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട് അതോറിറ്റി അറിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ക്വാളിറ്റി മാനേജർക്കാണ്. പത്താമത്തെ പോയിന്റ് സ്ട്രെങ്തൻ ആണ് കേട്ടോ. സ്ട്രെങ്തൻ. Strengthen of hospital MIS, KPI and report action taken. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം എന്ന് ആദ്യം എഴുതിയെടുക്കുക. MIS എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്നാണ് MISന്റെ ഫുൾ ഫോം. KPI എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ KPI. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഇത് രണ്ടും ഹോസ്പിറ്റലിന്റെ എന്താ പറയാ പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ്. അപ്പോ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാണ്. MIS എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, KPI എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അപ്പോ ഹോസ്പിറ്റൽ MIS, ഹോസ്പിറ്റൽ KPI എന്നിവയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നടപടികൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ ജോലിയാണ് കേട്ടോ. MIS അതുപോലെ തന്നെ KPI ഫുൾ ഫോം ആണ് അവിടെ വരിക കേട്ടോ. KPI ഇതുമായി ബന്ധപ്പെട്ട് സംയോജിച്ച് കോർഡിനേറ്റ് ചെയ്ത് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നടപടികൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. Then 11th പോയിന്റ് കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി. ബന്ധപ്പെട്ട അതോറിറ്റിയുമായിട്ട് എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക. മറ്റുള്ള അതോറിറ്റികളുമായിട്ട് എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. 12th പോയിന്റ് എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ജീവനക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം ഉറപ്പുവരുത്തുക. നമുക്കറിയാമല്ലേ, അതായത് യോഗ്യരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് മികച്ച രീതിയിൽ ക്വാളിറ്റിയോട് കൂടി നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ വിദ്യാഭ്യാസം, അവർ ചെയ്യേണ്ട ജോലിയെ കുറിച്ച് അവയർനെസ് കൊടുക്കുക, അതിലൂടെ ഉയർന്ന നിലവാരമുള്ള ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്. ലാസ്റ്റ് പോയിന്റ് റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കമ്മിറ്റികൾ രൂപീകരിക്കുക, അത് ക്രമീകരിക്കുക, അതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ക്വാളിറ്റി മാനേജർക്കാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? 13 പോയിന്റും ക്ലിയർ ആണോ? ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഞാൻ പറയാം, ലാസ്റ്റ് വൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു ഫ്ലോയിൽ പോവുകയല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഇതിനടുത്തത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ എന്താണെന്ന് നോക്കാം നമുക്ക്. Quality certification is process for improving patient contentment and enhancing quality standards across the hospital of our country.
നമ്മുടെ രാജ്യത്തെ ആശുപത്രിയിലുടനീളം രോഗികളുടെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ഇതിനാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തെ ആശുപത്രിയിലുടനീളം. ഓക്കെ, രോഗികളുടെ സംതൃപ്തി മെച്ചപ്പെടുത്തുക, അത് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഗുണനിലവാരം, അതായത് അവർക്ക് കിട്ടുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ഒരു ഹോസ്പിറ്റലില് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ മിസ്സിംഗ് ആണ്, പക്ഷെ നിങ്ങളുടെ PDF-ൽ അത് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് തന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ട്രക്ചറിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ആൾ ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതായത് ടോപ്പ് മാനേജ്മെന്റ്, അതായത് ആ ഡയറക്ടറേറ്റ് ബോർഡിലുള്ള ആള്, അല്ലെങ്കിൽ ആ ഒരു ബോർഡ് ഓഫ് ഡയറക്ടറേറ്റ് എന്ന് പറയും. ആ ഒരു ഇതാണ് ആദ്യം വരുന്നത്. ദെൻ അവരുടെ കീഴിലായിട്ടാണ് ആര് വരുന്നത്? CEO വരും. അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ് CEO. ദെൻ അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ടും ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കീഴിലാണ് വരിക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഈ ഒരു CEO കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ സൂപ്രണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ അണ്ടറിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്? ക്വാളിറ്റി മാനേജർ വരും. ഓക്കെ, ക്വാളിറ്റി മാനേജർ വരും. ദെൻ ക്വാളിറ്റി മാനേജറിന്റെ അണ്ടറിലായിട്ടാണ് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ വരിക. ഓക്കെ, അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ വരും. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറുടെ അണ്ടറിലായിട്ട് ക്വാളിറ്റി എക്സിക്യൂട്ടീവ് വരും, ക്വാളിറ്റി കോർഡിനേറ്റർ വരും, ദെൻ ക്വാളിറ്റി അസിസ്റ്റന്റ് കൂടി വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറിന്റെ അണ്ടറിലായിട്ട് വേറൊരു കൂട്ടം ആളുകളും കൂടി വരുന്നുണ്ട്. റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രതിനിധികളും അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറിന്റെ അണ്ടറിലായിട്ടാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ഹൈറാർക്കിയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അതായത് ആശുപത്രിയിലെ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയുള്ള സ്ട്രക്ചർ ആയിരിക്കണം? ആദ്യം വരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടറാണ്, അതിനുശേഷം CEO, മെഡിക്കൽ സൂപ്രണ്ട് വരാം. അവരുടെ അണ്ടറിലായിട്ട് ക്വാളിറ്റി മാനേജർ, അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ, ഇനി അവരുടെയും അണ്ടറിലായിട്ടാണ് ക്വാളിറ്റി എക്സിക്യൂട്ടീവ്, ക്വാളിറ്റി കോർഡിനേറ്റർ, ക്വാളിറ്റി അസിസ്റ്റന്റ്. ഏറ്റവും ലാസ്റ്റ് വരുന്നത് ക്വാളിറ്റി അസിസ്റ്റന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് അടുത്തത് അക്രഡിറ്റേഷൻ നോക്കാം. എന്താണ് അക്രഡിറ്റേഷൻ? Accreditation refers to public recognition for a hospital to be accredited. It is done through an independent external evaluation of that organization level of performance in connection with the standard. Accreditation is non-compulsory. It is an ongoing or continuous process. അതായത് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായിട്ടുള്ള ഒരു അംഗീകാരമാണ്. അതായത് എല്ലാവർക്കും ജനറലി കൊടുക്കുന്ന ഒരു അംഗീകാരത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? അക്രഡിറ്റേഷൻ എന്ന് പറയാ. ഓക്കെ, പൊതുവായിട്ട് കൊടുക്കുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ആശുപത്രിക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം അളക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഹോസ്പിറ്റൽ അക്രഡിറ്റഡ് ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ പോകുമ്പോൾ ഇവിടെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് വലിയ ഫ്ലെക്സ് ആയിട്ട് എന്ത് ചെയ്യാം? ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, ആ സ്ഥാപനം അക്രഡിറ്റഡ് ആണ്. ഇത് സർട്ടിഫിക്കേഷൻ ആണ് കേട്ടോ, അതൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് വെച്ചാൽ, ഒരു ആശുപത്രിക്ക് അംഗീകാരം അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിനെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് നമ്മൾ അളക്കേണ്ടതുണ്ട്. പെർഫോമൻസിന്റെ സ്വതന്ത്രമായിട്ടുള്ള ഇവാലുവേഷന് ശേഷമാണ് എന്ത് ചെയ്യുക? അക്രഡിറ്റേഷൻ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഓവറോൾ പെർഫോമൻസ് നോക്കിയിട്ടാണ്
അക്രഡിറ്റേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നോൺ കമ്പൽസറി ആണ്. ഇതെല്ലാവർക്കും കിട്ടണമെന്നില്ല, നിർബന്ധമില്ല. ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കണമെങ്കിൽ അത് അക്രഡിറ്റഡ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അത് കിട്ടിയാൽ മികച്ചതാണ്. അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ധാരാളം നേട്ടങ്ങള് അക്രഡിറ്റേഷൻ കൊണ്ട് ഉണ്ടാകാം. അപ്പൊ ഇതൊരു നോൺ കമ്പൽസറി ആയിട്ടുള്ള ഒന്നാണ്. എന്നിരുന്നാലും ഇത് കിട്ടുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു തുടർച്ചയായിട്ടൊരു പ്രോസസ്സാണ്. നമ്മളിപ്പോ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇന്ത്യയില് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ടാവാം. കാരണം ദിനം പ്രതി എന്ത് ചെയ്യുന്നുണ്ട്, അതോ ഹോസ്പിറ്റലിൽ എടുത്തവരെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ പെർഫോമൻസ് നോക്കി അതിന് ഇവാലുവേറ്റ് ചെയ്ത് എന്ത് കൊടുക്കുന്നുണ്ട്, അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നതുകൊണ്ട് പലവർക്കും പല ബെനിഫിറ്റുകളും ഉണ്ട്. അപ്പൊ ആദ്യത്തെ ബെനിഫിറ്റ്സ് നോക്കിയ ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ, അക്രഡിറ്റേഷൻ കൊണ്ടുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് അവിടുത്തെ പേഷ്യന്റിനാണ്. കാരണം ഉയർന്ന ഗുണനിലവാരമുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും ആ ഹോസ്പിറ്റലിൽ കൊടുക്കുക. നല്ല രീതിയിൽ ഹോസ്പിറ്റൽ പെർഫോം ചെയ്താൽ മാത്രമാണ് എന്ത് കിട്ടുന്നത്, അക്രഡിറ്റേഷൻ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം, അക്രഡിറ്റേഷൻ പ്രകാരം അല്ലെങ്കിൽ ആ ഒരു ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം പ്രവർത്തിക്കണം അല്ലെ. ഏറ്റവും മികച്ച രീതിയിലുള്ള ഗുണനിലവാരമാണ് എന്ത് കിട്ടുക, പേഷ്യന്റ് കിട്ടുക. പേഷ്യന്റ് ആണ് ഇവിടെ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് ആർക്കാണ്, പേഷ്യന്റിനാണ്. രണ്ടാമത്തെ പോയിന്റ്, അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അക്രഡിറ്റേഷൻ കൊണ്ട് പേഷ്യന്റിന് ഉയർന്ന നിലവാരമുള്ള കാര്യങ്ങൾ കിട്ടുന്നു, അതായത് ഉയർന്ന നിലവാരത്തിലുള്ള രോഗ്യപരിചരണം ലഭ്യമാകുന്നു. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് അവിടെ പ്രാധാന്യം കൊടുക്കുന്നു. അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ പേഷ്യന്റ് സേഫ്റ്റിക്ക് അവിടെ പ്രാധാന്യം കൊടുക്കും. അതുപോലെ പേഷ്യന്റ് പരിചരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ്, the patients are serviced by credentialed medical staff. Credentialed എന്ന് പറഞ്ഞാൽ യോഗ്യരാക്കപ്പെട്ടെന്നാണ് കേട്ടോ, യോഗ്യരായിട്ടുള്ള എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും പേഷ്യന്റിനെ അവിടെ നോക്കുക. അവർക്ക് സർവീസ് കൊടുക്കുന്നത് യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും. നാലാമത്തെ പോയിന്റ്, റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീമഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ റൈറ്റ്സ്, പേഷ്യന്റിന്റെ അവകാശങ്ങള് അവിടെ സംരക്ഷിക്കപ്പെടുന്നതാണ്. അതായത് പേഷ്യന്റിന് റൈറ്റ് ഉണ്ട്. ഒരു തെറ്റ് കണ്ടാല് അത് തുറന്നു പറയാൻ, അത് ചൂണ്ടിക്കാണിക്കാനുള്ള റൈറ്റ് പേഷ്യന്റിന് ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് വൺ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. അതുപോലെ തന്നെ എന്താണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അതായത് എപ്പോഴും എന്ത് ചെയ്യും, പേഷ്യന്റിനോട് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സേവനം നിങ്ങൾക്ക് തൃപ്തികരമായോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഇനി ഇവിടുത്തെ സേവനം എങ്ങനെയിരുന്നു. നമ്മൾ ചില ഹോസ്പിറ്റലൊക്കെ കടന്നു കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള കെയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു വാർഡിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് അവർ ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്താണ് നിങ്ങൾക്ക് അത് പോരായിരുന്നോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, ആ ഡോക്ടറിന്റെ സേവനം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ സേവനം എങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ് എന്ന് പറയുന്നത് കേട്ടോ. പേഷ്യന്റ് സംതൃപ്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ക്ഷേമാന്വേഷണം എന്ന് പറയുന്നത്, നമ്മള് വെൽഫെയർ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ക്ഷേമം അന്വേഷിച്ചുകൊണ്ടിരിക്കുക പേഷ്യന്റിന്. നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഇങ്ങനെ എപ്പോഴെപ്പോഴും ചോദിക്കാറുണ്ടോ, നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ, ഇങ്ങനെ എന്താ പറയാ, അത് ഇന്നത് നല്ലതായിരുന്നു, അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല നിങ്ങളോട്? കമന്റ് ചെയ്തേ, ചോദിച്ചിട്ടുണ്ടോ നിങ്ങളോട് ആരോടെങ്കിലും? ആ സർവീസ് നല്ലതായിരുന്നോ, അല്ലെങ്കിൽ ആ ഡോക്ടർ നല്ലായിരുന്നോ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പരിചരണം ഒക്കെ ആയിരുന്നോ? ആ, ചോദിക്കാറുണ്ട് അല്ലേ? ഓക്കെ, അതിനെയാണ് എന്ത് പറയാ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ് എന്ന് പറയാം കേട്ടോ.
തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് പേഷ്യന്റ് സർവീസ് ബൈ ക്രെഡൻഷ്യൽ മെഡിക്കൽ യോഗ്യരായിട്ട് ഒരു അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ യോഗ്യത നേടിയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും പേഷ്യൻസിനെ അവിടെ സെർവ് ചെയ്യുക. നല്ലോണം പഠിച്ച് പരീക്ഷ പാസ്സായി എഴുതി വന്നിരിക്കുന്ന ആളുകളാണ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചുരുക്കം. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്കൊരു ബ്രേക്ക് എടുക്കാം അല്ലെ? ഒരു 5 minutes 5 മിനിറ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. വെള്ളം കുടിച്ചിട്ടൊക്കെ വന്നിരിക്കൂ കേട്ടോ.
നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ. നമ്മുടെ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ്. എടുക്കുന്നതിൽ നമ്മുടെ ഈ 3 and 4 മൊഡ്യൂളിൽ വെച്ചിട്ട് ഇമ്പോർട്ടന്റ് ആണല്ല, എന്നാലും നമുക്ക് അറിഞ്ഞിരിക്കണം. ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ. അടുത്തത് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഓക്കെ, ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷനിൽ അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിയാൽ നിങ്ങൾ അക്രഡിറ്റേഷൻ ടു എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇൻവിഗോറേറ്റ്സ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. അതായത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷൻ തുടർച്ചയായ പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു. അതായത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ലെറ്റ്സ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, thereby guarantees best clinical outcomes. ഗുണനിലവാരമുള്ള പരിചരണത്തിലും രോഗികളുടെ സുരക്ഷിതത്വത്തിലും ഉത്തരവാദിത്വം പ്രകടിപ്പിക്കാൻ ഓർഗനൈസേഷനെ അനുവദിക്കുന്നു. ദാറ്റ് മീൻസ് അതായത് പേഷ്യൻസിന് ഉയർന്ന ഗുണനിലവാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും പേഷ്യന്റിനെ സേഫ്റ്റി ഉത്തേജിപ്പിക്കുക. ഇൻവിഗോറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉത്തേജിപ്പിക്കുക. ഓക്കെ, പേഷ്യന്റിന് ഗുണനിലവാരമുള്ള പേഷ്യന്റ് എന്താ പറയാ കെയർ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ രോഗികളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത് ഓർഗനൈസേഷനെ എന്താ പറയാ കമ്പലയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 100% ക്ലിനിക്കൽ റിസൾട്ടുകൾ നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു പേഷ്യന്റിന് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു കെയർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് 100% റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അക്രഡിറ്റേഷൻ സഹായിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് raises community confidence in the services given by the healthcare organization as services provided by credentialed medical staff. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന സേവനങ്ങൾ സമൂഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അതായത് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളും അക്രഡിറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെ? അതായത് നല്ല രീതിയിൽ യോഗ്യത നേടിയിട്ടുള്ള ആളുകളായിരിക്കാം അവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ സേവനം പേഷ്യൻസിന് കിട്ടിക്കഴിഞ്ഞാല് അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ പോയിന്റ്, it also provides an opportunity to the healthcare unit to benchmark with the best. അതായത് ഹെൽത്ത് കെയർ യൂണിറ്റിന് മികച്ച ഗുണനിലവാരം നിലനിർത്താനുള്ള അവസരം ഇത് നൽകുന്നുണ്ട്. അതായത് എപ്പോഴും ഒരേപോലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കെയർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അക്രഡിറ്റേഷൻ മൂലം ലഭിക്കുന്നുണ്ട്. Then an accreditation status also provides a marketing advantage in competitive healthcare. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാല് അത് മറ്റ് ഹോസ്പിറ്റലുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ വളരാനായിട്ട് ഇടയുണ്ട്. അതായത് 3-4 ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ 1-2 ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളൂ എങ്കിൽ അത് മാർക്കറ്റിൽ അവരുടെ സ്റ്റാറ്റസ് ഒന്ന് കൂട്ടും, അല്ലെ? അതായത് മറ്റുള്ള ആളുകളുമായിട്ട് അവർക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റും. മറ്റുള്ള ആളുകൾ അക്രഡിറ്റഡ് സ്ഥാപനമായിട്ടാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരും, ഈ ഒരു സ്ഥാപനത്തിലോട്ട് വരാനായിട്ട് ഇടയുണ്ട്. അതാണ് കോമ്പറ്റീഷൻ ലെവൽ ഉയർത്തുക എന്ന് പറയുന്നത് കേട്ടോ. Then the HCO standards have been certified by ISQs, provide an international organization which will also help to encourage medical tourism. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് മെഡിക്കൽ ടൂറിസം പോലുള്ള കാര്യങ്ങളിൽ, അതായത് മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ ഇടപഴകാനാകും. അന്തർദേശീയ നിലവാരത്തിലുള്ള അക്രഡിറ്റേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ്, ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുകയും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്യും. അതാണ് മെഡിക്കൽ ടൂറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
The last one, in the end, accreditation provides an objective system of empanelment by insurance and other third parties. അക്രഡിറ്റേഷൻ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ തേർഡ് പാർട്ടി അതോറിറ്റി മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ എന്താ പറയാ, അപ്പോ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അതും അല്ലെങ്കിൽ എന്താ പറയാ, മറ്റുള്ള തേർഡ് പാർട്ടി ആക്സസ് ആയിട്ടുള്ള അതോറിറ്റികളൊക്കെ ഉണ്ട്. അതോറിറ്റികളൊക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ് ആണ്. എന്തൊക്കെയാണ് സ്റ്റാഫുകൾക്ക് അവിടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. ഒരു അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് സ്റ്റാഫുകൾക്ക് കിട്ടുന്നത്? The staff in an accredited hospital is contented a lot of things it provides for continuous learning, good working environment and leadership. നമ്മളൊരു ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പാസ്സായി നിങ്ങൾ ഒരു അക്രഡിറ്റഡ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യാൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലേണിംഗ് പ്രോസസ്സ് കിട്ടും. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനുണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്ഥാനവും എന്ത് കിട്ടും, നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതായത് ജോലിയിൽ എല്ലാവർക്കും തുല്യ ഈക്വൽ ആയിട്ടുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ ഇക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലായിരിക്കും അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ. രണ്ടാമത്തെ പോയിന്റ്, capabilities and skills of staff also get enhanced in an accredited hospitals. ഒരു സ്റ്റാഫിന്റെ കഴിവെന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അക്രഡിറ്റഡ് ഹോസ്പിറ്റലിനെ കൊണ്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാരുണ്യക്ക്, സൗമ്യക്ക്, ലക്ഷ്യതയ്ക്ക് പല പല കഴിവുകൾ ഉണ്ടാവും അല്ലെ. ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യാനായിട്ട് ചെല്ലുന്നതെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ചിലപ്പോൾ ആ ഡെവലപ്മെന്റ്, നിങ്ങളുടെ സ്കിൽ എന്താണോ ഉള്ളത് ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള എൻവയോൺമെന്റ് അവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് എൻഹാൻസസ് കോംപ്രഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, knowledge and skill in systematic ways with a defined ownership and accountability for all the staff that include medical and paramedical staff. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ആവും, നോളജ് ഇംപ്രൂവ് ആവുന്നതായിരിക്കും. അങ്ങനെ നമുക്കുള്ള എല്ലാ, അത് മെഡിക്കൽ സ്റ്റാഫുകളാവട്ടെ പാരാമെഡിക്കൽ സ്റ്റാഫുകളാവട്ടെ, ആ എല്ലാത്തരം സ്റ്റാഫുകളുടെയും ഡെവലപ്മെന്റ്, അവരുടെ നോളജ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും അക്രഡിറ്റഡ് ഹോസ്പിറ്റലുകൾ സ്റ്റാഫുകളോട് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. കേട്ടോ, ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങള്? അക്രഡിറ്റേഷൻ ബോഡീസ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ, ജസ്റ്റ് ഒന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്യുക. സെക്കൻഡ്, റീഡ് ചെയ്തോ? അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് അക്രഡിറ്റേഷൻ ബോഡീസിനെ കുറിച്ചിട്ടാണ്. അതായത് അംഗീകാരം നൽകുന്ന പല പല ബോഡീസ് ഉണ്ട് നമുക്ക്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിലും നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നാബ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നാബ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, NABH അഥവാ നാബ്. അതായത് ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ത്, നാബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് നാബ്. ഇന്ത്യയിലെ ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അംഗീകാരം കൊടുക്കുന്നത് NABH അഥവാ നാബ് എന്ന് പറയുന്ന സംഘടനയാണ് കേട്ടോ. അപ്പോ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അംഗീകാരം കൊടുക്കുന്ന ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് NABH അഥവാ നാബ്. അടുത്ത നോക്കിയാൽ നിങ്ങള് NABL ആണ്. NABL എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് NABL നെ കുറിച്ച് അല്ലെ. ലബോറട്ടറി എടുത്തപ്പോൾ നമ്മൾ NABL ഫുൾ ഫോം എഴുതിയിട്ടുണ്ടായിരുന്നു.
എന്താണെന്ന് ഓർത്തു നോക്കിയേ നിങ്ങള്. ഒന്ന് കമന്റ് ചെയ്തേ. ആരെങ്കിലും പറയാനുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാമോ? എന്താണ് NABL? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്സ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ലബോറട്ടറികൾക്ക് അംഗീകാരം കൊടുക്കുന്ന സംഘടനയാണെന്ത്? NABL എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ആരാണ് അംഗീകാരം കൊടുക്കുന്നത്? അത് NAB ആണ്. എന്നാൽ ലബോറട്ടറികൾക്ക് അംഗീകാരം കൊടുക്കുന്നത് NABL ആണ്. ഓക്കെ. Then ACHSI എന്താണെന്ന് നോക്കാം. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ. അതായത് ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ACHSI എന്ന് പറഞ്ഞാല്. നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥാപനങ്ങൾക്കും ഇതിന്റെ റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുണ്ട്, അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ആ ഫുൾ ഫോം എന്ന് മാത്രം വായിച്ചാൽ മതി. ഓക്കെ. അടുത്തത് JCI ആണ്. Joint Commission International works on enhanced patient safety and quality of healthcare in the international community by promising education, publication, advisory services, and international accreditation and certification. JCI is the world's largest healthcare accreditor. Since 1994, each hospital that has tried JCI Gold Seal of Approval has done so as part of a constant performance improvement training. ഇന്റർനാഷണൽ ലെവലിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ത്? JCI അഥവാ ജോയിന്റ് കമ്മീഷണൽ ഇന്റർനാഷണൽ. രോഗിയുടെ സുരക്ഷയും ആരോഗ്യ പരിപാലനത്തിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിന് JCI പ്രവർത്തിക്കുന്നു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് JCI പ്രവർത്തിക്കുന്നത്? രോഗിയുടെ സേഫ്റ്റി, അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനത്തിൽ രോഗിക്ക് ഉണ്ടാകുന്ന ഗുണനിലവാരം, ഈ രണ്ട് കാര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് JCI പ്രവർത്തിക്കുന്നത്. ഓക്കെ. ഇനി അന്താരാഷ്ട്ര അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് പുറമെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങള്, അതുപോലെ തന്നെ ഉപദേശക സേവനങ്ങള് എന്നിവയും JCI വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു സംഘടന അക്രഡിറ്റേഷൻ കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിന് പുറമെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ ഇതിൽ ഇറക്കുന്നുണ്ട്, കൂടാതെ ഉപദേശക അഡ്വൈസറി പാനൽ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? JCI നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അക്രഡിറ്റേറ്റർ ആണ് JCI. നമ്മൾ പല അക്രഡിറ്റേഷൻ ബോഡീസ് നമ്മൾ പഠിക്കും, എന്നിരുന്നാൽ കൂടിയും അതിൽ തന്നെ ഏറ്റവും വലിയൊരു അക്രഡിറ്റേറ്റർ ആണ് ആര്? JCI എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് NABിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The NAB standards are modernized every 4 years, and now the hospital puts into effect 5th edition standards, April 2020. NAB standards focus on patient safety and quality of the delivery of the services by the hospital in the changing healthcare environment. NAB is given by an autonomous body established by the Government of India, known as QCI, Quality Council of India, which is the standard making body in India. Okay. ഇപ്പൊ NABില് ഇതിനെക്കുറിച്ച് NABിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്നാലും NABിനെ കുറിച്ച് ഒരു ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് വേണം. എഴുതിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. NAB എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡാണ്. ഓക്കെ, ഇറ്റ്സ് ആൻ ഓട്ടോണമസ് ബോഡി, ഒരു സ്വയം ഭരണാധികാരമുള്ള ഒരു ബോഡിയാണ്. ഓക്കെ, ഇത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് വരുന്നത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു അഡ്വൈസറി പാനലാണ്. അതിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? NAB പ്രവർത്തിക്കുന്നത് കേട്ടോ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലായിട്ടാണ് NAB പ്രവർത്തിക്കുന്നത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു അഡ്വൈസറി പാനലാണ്. ഓക്കെ, ഇതിന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലുടനീളമുള്ള ആശുപത്രികൾക്കും അതുപോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്കും
അക്രഡിറ്റേഷൻ നൽകുക എന്നുള്ളതാണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഫോം ചെയ്തിരിക്കുന്നത് 2005-ലാണ്, 2005-ലാണ് നാബ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്. ന്യൂഡൽഹിയാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്, സ്വയം ഭരണാധികാരമുള്ള ഒരു ബോഡിയാണിത് നാബ് എന്ന് പറയുന്നത്. ഏകദേശം ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? ഓക്കെ. നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. നാബ് എന്ന് പറയുന്നത്, നാബ് സ്റ്റാൻഡേർഡ്സ് ആർ മോഡേണൈസ്ഡ് എവറി 4 years and now the hospital puts into effect 5th edition standard April 2020. നാബില് പല പല മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്, പല പല സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡുകളെയാണ് നമ്മൾ പെർഫോമൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്ന പെർഫോമൻസിനെ നമ്മൾ എന്ത് പറയാം? സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അപ്പൊ നാബ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയ്ക്ക് പല പല സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. അവർ പറയുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് പ്രകാരമാണ് ഓരോ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യാം? പ്രവർത്തിക്കുക. അപ്പൊ ഈ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് എല്ലാ 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യും? മോഡേണൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് പുതുക്കും കേട്ടോ. അതായത് ഒന്നുകൂടി പുതുക്കും. എല്ലാ 4 വർഷം കൂടുമ്പോഴും ഒന്നുകൂടി പുതുക്കുന്നതായിരിക്കും. നാബിന്റെ 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ് ഇപ്പോഴ് നിലവില് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നടന്നു പോകുന്നത് എന്താണ്? 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ്. അത് നിലവിൽ വന്നത് ഏപ്രിൽ 2020-ലാണ് കേട്ടോ. 4 വർഷത്തേക്കാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോ ഇനി അടുത്തതായിട്ട് നാബിന്റെ സ്റ്റാൻഡേർഡ് എപ്പോഴാണ് പുതുക്കുക? എപ്പോഴാണ്? 2024-ലോ? 4 വർഷം 25-ലാണ് കേട്ടോ. 25 ആവുമ്പോ പുതിയ എഡിഷൻ, നാബിന്റെ 6th എഡിഷൻ നിലവിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ നിങ്ങളോട് അങ്ങനെയും ചോദിക്കാം. 5th എഡിഷൻ 2020 ഏപ്രിലാണ് വന്നതെങ്കിൽ ഇനി 6th എഡിഷൻ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? എപ്പോഴാണ് 6th എഡിഷൻ വരിക? എപ്പോഴാണ് വരിക? 25 കേട്ടോ. ഓക്കെ. ഇനി നോക്കിയാൽ നിങ്ങൾ, നാബ് സ്റ്റാൻഡേർഡ്സ് ഫോക്കസ് ഓൺ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ് വിത്ത് ദ ഹോസ്പിറ്റൽ ഇൻ എ ചേഞ്ചിങ് ഹെൽത്ത് കെയർ എൻവയൺമെന്റ്. നാബ് സ്റ്റാൻഡേർഡ്സ് ഫോക്കസ് ചെയ്യുന്ന, നാബിന്റെ മാനദണ്ഡങ്ങളുണ്ട്, അത് ഫോക്കസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റിന്റെ സുരക്ഷ, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാബ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ടി തുറന്ന് തരുന്നത് കേട്ടോ. അപ്പൊ ഒരു പേഷ്യന്റിന്റെ സുരക്ഷ, അവരുടെ ക്വാളിറ്റിയുമായിട്ടുള്ള കാര്യങ്ങളാണ് നാബ് സ്റ്റാൻഡേർഡില് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്നത്. ഇനി അടുത്ത നോക്കിയാൽ ഞാൻ പറഞ്ഞു തന്നതാണ് നാബ് എന്ന് പറയുന്നത്. നാബ് ഈസ് ഗിവൺ ബൈ ആൻ ഓട്ടോണമസ് ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോൺ ആസ് QCI, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, വിച്ച് ഇസ് സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോഡി ഇൻ ഇന്ത്യ. ഓക്കെ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇതിൽ പ്രകാരം വന്നതാണ് നാബ്. ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. അതായത് ആശുപത്രികൾക്ക് അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കാം. നാബ് മെയിൻലി ഡിവൈഡ്സ് ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻസ്. അതായത് നാബ് ഹോസ്പിറ്റലുകളെ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. 2 HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. SHCO എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. SHCO എന്ന് പറഞ്ഞാല് വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്, 50 ബെഡിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളെ നാബ് പറയുന്നത് SHCO എന്നാണ്. HCO വിത്ത് മോർ ദാൻ 50 ബെഡ്സ്, 50 ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളെ നാബ് പറയുന്നത് HCO എന്നാണ്. Okay. NABH standards for hospital is arranged by the technical committee constituted by NABH that has esteemed person from clinical, nursing and medical administration area. The accreditation standards consider the needs of various laws and regulations and the guidelines laid down by the government from time to time. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് NABH സ്റ്റാൻഡേർഡ് അനുസരിച്ച്, അതായത് ഹോസ്പിറ്റലുകളിൽ നാബ് സ്റ്റാൻഡേർഡ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടാകും.
അതായത് നാബ് പറയുന്ന സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഹോസ്പിറ്റലിലും ഒരു കമ്മിറ്റി ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ടെക്നിക്കൽ കമ്മിറ്റി. ആ ടെക്നിക്കൽ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ക്ലിനിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ നിന്നുള്ള അംഗങ്ങളായിരിക്കും നാബിലെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് വരിക. ഓക്കെ. അതേപോലെ തന്നെ the accreditation standards consider the needs of various laws and regulation and guideline laid down by the government from time to time. ഈ നാബിന്റെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ നടപ്പാക്കുന്ന സ്റ്റാൻഡേർഡുകള് ചില നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമാണ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എപ്പോഴാണോ മാറ്റം വരുത്തുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡിൽ മാറ്റം വരുത്താവുന്നതാണ്. അതായത് ഇപ്പോൾ ചില ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്ന ചില ലോസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കില്ല ചിലപ്പോ അടുത്ത ആഴ്ച ഫോളോ ചെയ്യുന്നത്, അതിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഫോളോ ചെയ്യുന്നത്, അതിൽ മാറ്റം വരാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എപ്പോഴാണ് ഇതിനകത്ത് മാറ്റം വരുത്തുന്നത് അതിനനുസരിച്ച് എന്ത് മാറാം, ലാബിന്റെ സ്റ്റാൻഡേർഡ് മാറാവുന്നതാണ്. ഇത്രയും വരെ ക്ലിയർ ആണോ? ഇനി അടുത്തത് നോക്കാട്ടെ. നമുക്ക് മെയിൻ നാബ് ഗൈഡ് ബുക്ക് സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 chapters with 100 standards and 651 objective elements. Standard refers to a set of objective for the performance. Elements come under each standard and are used to observe the performance. Out of 651 objective elements, 1 or 2 are in core category, which are necessarily judged during each assessment. 4, 5, 9 are commitment category, which will be judged during final assessment. 60 are in achievement category, which will be estimated during surveillance assessment. And 30 are in excellence category, which will be assessed during re-accreditation. അതായത് ഇവിടെ പറയുന്നത് നാബ് എന്ന് പറയുന്നത്, അതായത് നാബിന് ഒരു ഗൈഡ് ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങളുടെ കുറെ എന്താ പറയാ നിങ്ങൾക്കൊരു PDF തരില്ലേ, അതുപോലെ തന്നെ നാബിന് എന്തുണ്ട്, ഒരു ഗൈഡ് ബുക്ക് ഉണ്ട്. ആ ഗൈഡ് ബുക്കില് അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കി, അതായത് ഓരോരോ സ്റ്റാൻഡേർഡുകൾ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആകെ 10 ചാപ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. നാബില് ആ ഗൈഡ് ബുക്കിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 10 ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് തന്നെ 100 സ്റ്റാൻഡേർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 100 സ്റ്റാൻഡേർഡ്സിന്റെ അണ്ടറിലായിട്ട് 651 ഒബ്ജക്റ്റീവ് എലമെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്. അതായത് ഈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. ഒബ്ജക്റ്റീവ് അതായത് നടപ്പിലാക്കാനുള്ള ലക്ഷ്യത്തെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി ഓരോ സ്റ്റാൻഡേർഡിന്റെയും കീഴിലാണ് എലമെന്റ്സ് വരുന്നത്. എലമെന്റ്സ് എന്ന് പറയുന്നത് പെർഫോമൻസിനെ നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് താഴെ പറയുന്നത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ്സ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫോർ ദ പെർഫോമൻസ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ആണ്. പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. Then elements come under each standard are used to observe. ഇനി അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സില് 102 എണ്ണം കോർ കാറ്റഗറിയിലാണ് വരുന്നത്. 102 എണ്ണം കോർ കാറ്റഗറിയാണ്. അത് നമുക്ക് എന്താ പറയാ, ഓരോ അസസ്മെന്റ് അതായത് ഓരോ നിങ്ങൾ അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. എത്ര എണ്ണമാണ് കോർ കാറ്റഗറിയിലൊക്കെ വരുന്നതെന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സില് 102 എണ്ണം കോർ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അത് ഓരോ അസസ്മെന്റിന് ശേഷമാണ് നടത്തുന്നത്. 459 എണ്ണം 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. ഫൈനൽ അസസ്മെന്റിന് ശേഷമാണ് ജഡ്ജ് ചെയ്യുന്നത്. 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അത് സർവേലൻസ് അസസ്മെന്റിന് ശേഷമാണ്, അതായത് നിരീക്ഷണത്തിന് ശേഷമാണ് അതിന്റെ അസസ്മെന്റ് നടത്തുന്നത്. 30 എണ്ണം എക്സലന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. പുനർമൂല്യനിർണയത്തിന് ശേഷമാണ് ഇതിന്റെ അസസ്മെന്റ് നടത്തുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്പറുകളാണ്
നമുക്ക് പ്രധാനമായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. എത്ര ചാപ്റ്റേഴ്സ് ആണുള്ളത് നാബില്? ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് പോവാ. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞേ. സ്റ്റാൻഡേർഡുകൾ എത്ര ഉണ്ട്? സ്റ്റാൻഡേർഡ്സ് എത്ര ഉള്ളത്? 100. ഓക്കെ. Then ഒബ്ജക്റ്റീവ് എലമെന്റ് എത്ര ഉണ്ട്? അതിനകത്ത് തന്നെ കോർ കാറ്റഗറി എത്ര എണ്ണം വരുന്നുണ്ട്? കോർ കാറ്റഗറി ഓക്കെ. കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലോ? കമ്മിറ്റ്മെന്റ് കാറ്റഗറി അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണെങ്കിലോ? അച്ചീവ്മെന്റ് കാറ്റഗറി 60. എക്സലൻസ് കാറ്റഗറിയിലാണെങ്കിലോ? എക്സലൻസ് കാറ്റഗറി 30. ഓക്കെ. അത് പഠിക്കണം കേട്ടോ. ആ നമ്പേഴ്സ് എന്തായാലും പഠിക്കണം. ക്രമം തെറ്റിയൊക്കെ ചോദിക്കാം. ചിലപ്പോൾ എണ്ണം തെറ്റി 459 എന്നുള്ളത് 400 എന്നാവും, 60 എന്നുള്ളത് 80 എന്നാവും, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോ കൃത്യമായിട്ട് ആ നമ്പേഴ്സ് നോട്ട് ചെയ്ത് പഠിക്കാം. നമുക്ക് നാബ് സ്റ്റാൻഡേർഡ്സ് നോക്കാം. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, അതിനകത്ത് വരുന്ന കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇതിൽ വരാത്തത് ഏത്, വരുന്നത് അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. കൂടാതെ ഷോർട്ട് ഫോം അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC എന്ന് പറയും. സെക്കൻഡ് വൺ, കെയർ ഓഫ് പേഷ്യന്റ്, COP. Then management of medication, MOM. Then patient rights and education, PRE. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC. ഇത് ഏതാണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. ഓക്കെ. അതായത് പേഷ്യന്റ് പരിചരണം, അതുപോലെ തന്നെ മെഡിക്കേഷനിലുള്ള കാര്യങ്ങള്, പേഷ്യന്റ് റൈറ്റ്സ്, എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഒക്കെ വരുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലാണ്. Then organization centered standards നോക്കാം. Patient safety and quality improvement, PSQ. Responsibility of management, ROM. Facility management and safety, FMS. Human resource management, HRM. Information management system, IMS. ഇത്രയും കാര്യങ്ങള് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ. ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. നാബിന്റെ ഡോക്യുമെന്റേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. These 3 manuals must be assessed and revised every year. അതായത് നാബിന്റെ ഒരു മാനുവൽ ഉണ്ട്. ആ മാനുവലില് ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിന് വേണ്ട ക്വാളിറ്റി, ഹോസ്പിറ്റലിന് വേണ്ട സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ, ഈ 3 കാര്യങ്ങളും മാനുവലിൽ അടങ്ങിയിട്ടുണ്ട്. ഈ 3 മാനുവലുകള് എന്താണ്, ഓരോ വർഷം കൂടുന്നതോറും പുതുക്കുന്നതായിരിക്കും. ഇതിനകത്ത് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. ഓക്കെ. ഇനി നാബിന്റെ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റുമായി ബന്ധപ്പെട്ട് ചില കമ്മിറ്റികളുണ്ട് ഹോസ്പിറ്റലുകളിൽ. ഏതൊക്കെയാണ് ആ കമ്മിറ്റി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റലിന്റെ അണുബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റി. ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരം, സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഫാർമസി അതുപോലെ തന്നെ ചികിത്സാ സംബന്ധമായിട്ടുള്ള കമ്മിറ്റികള്. ഡി, കോഡ് ബ്ലൂ കമ്മിറ്റി, കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയാണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി. മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, മെഡിക്കൽ റെക്കോർഡ് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു, അതിന്റെ റെക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി. ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി, അതായത് ഹോസ്പിറ്റലിന്റെ അച്ചടക്കം അതുപോലെ തന്നെ പരാതി പരിഹാരം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റി. ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി, അതായത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കിടയിൽ പല ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുക അല്ലെ,
അതുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയാണ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ ആണോ? ഇത്രയും വരെ മനസ്സിലായോ? അത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാല് അതിന്ന് വൺ വേർഡ് വരാം, ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്, വൺ വേർഡ് ആണല്ലോ. ഷോർട്ട് ഫോമും പിന്നെ അതുപോലെ തന്നെ കമ്മിറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ, നാവിന്റെ ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലിൽ ഉണ്ടാവേണ്ട കമ്മിറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് പഠിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കുക കേട്ടോ. ഇനി നമുക്ക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നോക്കാം. KPI 32 mandated by NAB. ഞാൻ പറഞ്ഞല്ലോ, നാബ് ചില സ്റ്റാൻഡേർഡ്സ് നോക്കുന്നുണ്ട്. അതായത് ഒരു ഹോസ്പിറ്റലിന് നാബ് അംഗീകാരം കൊടുക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് നാബ്. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇന്ന സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്ന അല്ലെങ്കിൽ ഇന്ന ക്രൈറ്റീരിയ പാലിക്കുന്ന ഹോസ്പിറ്റലുകൾക്കാണ് എന്ത് കൊടുക്കുക, നാബ് അക്രഡിറ്റേഷൻ ലഭിക്കുക. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നാബ് അവിടെ ചെക്ക് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് അവരുടെ ഇനീഷ്യൽ അസസ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ടൈം വേണ്ടി വരുന്നു നാബ് ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അതൊരു സ്റ്റാൻഡേർഡ് ആണ്. വരുന്ന പേഷ്യൻസിന് എത്ര സമയം കൊണ്ടാണ് അവരുടെ BP ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൾസ് റേറ്റ് നോക്കുന്നത്, അതൊക്കെ എത്ര സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു റേഷ്യോ നോക്കുന്നുണ്ട്. രണ്ടാമത്തത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് എത്ര സമയം വേണ്ടി വരുന്നുണ്ട്. അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ചിലപ്പോ രാവിലെ ആയിരിക്കും ഡോക്ടർ വന്ന് ഡിസ്ചാർജ് എഴുതി കൊടുക്കുക അല്ലെ, പക്ഷെ അവിടെ നിന്ന് പോകുന്നത് ചിലപ്പോ വൈകുന്നേരം ആയിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള റേറ്റ് നോക്കുന്നുണ്ട്. അതായത് പേഷ്യന്റിനെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് എത്ര മണിക്കൂറിനുള്ളിലാണ് അവരെ പറഞ്ഞയക്കുന്നത്, ആ ഒരു പെർഫോമൻസ് ഇവിടെ ചെക്ക് ചെയ്യാറുണ്ട്. മൂന്നാമത്തത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾക്കേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ഈ പ്രഷർ അൾക്കേഴ്സ് എന്ന് പറഞ്ഞാലേ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് കുറെ നാള് ബെഡിൽ കിടക്കും അല്ലെ. കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ കുറെ നാള് അവരെന്ത് ചെയ്യും, ബെഡിൽ കിടക്കും. പിന്നെ ബെഡിൽ കിടക്കുമ്പോൾ ഒരു സ്കിന്നില് ചില ഡാമേജസ് ഉണ്ടാവാം, ചില അലർജീസ് ഉണ്ടാവാം. അത് തന്നെ ബെഡ് സോർ അല്ലെ, ബെഡ് സോർ ഉണ്ടാവാം. അപ്പോ അങ്ങനെയുള്ള റേറ്റ് നോക്കുന്നുണ്ട് അവിടെ കേട്ടോ. ഓക്കെ, ദീർഘകാലം ബെഡിൽ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ബെഡ് സോർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് ആണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 100 ഇൻവെസ്റ്റിഗേഷൻ. 1000 രോഗികളുടെ ഇൻവെസ്റ്റിഗേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇതിനകത്ത് എത്ര ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളിൽ എറർ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റിൽ എറർ സംഭവിക്കാം, അല്ലെങ്കിൽ MRIയിൽ എറർ സംഭവിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ സ്റ്റാഫുകളുടെ കുഴപ്പം മൂലമായിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റേഷ്യോ അവര് നോക്കാറുണ്ട്. നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. അതുപോലെ തന്നെ മോക്ക് ഡ്രില്ലുകളുടെ വേരിയേഷൻ നോക്കുന്നുണ്ട്. മോക്ക് ഡ്രില്ലുകൾ നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ടാണ് മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നത്, എപ്പോഴാണ് മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നത്, അതിന്റെ ഒരു റേഷ്യോ നോക്കാറുണ്ട്. Then percentage of adherence to safety precautions by staff working in diagnostic. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ലാബുകളിലൊക്കെ ജോലി എടുക്കുന്ന ജീവനക്കാര് രോഗികളുടെ ബ്ലഡും മറ്റുമൊക്കെ എടുക്കുമ്പോൾ എത്രമാത്രം സേഫ്റ്റി പ്രിക്കോഷൻസ് അവരവിടെ സ്വീകരിക്കുന്നുണ്ട്, അവർ ശരിയായിട്ട് മാസ്ക് ധരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ കയ്യുറകൾ അവരെ എഴുതുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അവർക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിക്കോഷൻസ് അവർ സ്വീകരിക്കുന്നത്. The next one, percentage of medication chart with the error prone abbreviation. Adherence എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ. സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുക. Then prone abbreviation എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഡോക്ടർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ അത്
ഫാർമസിസ്റ്റിന് നേരാവണ്ണം വായിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ. ചിലപ്പോ എന്താ പറയാ തെറ്റായിട്ടായിരിക്കില്ല എഴുതുന്നത്, മനസ്സിലാകാത്ത രീതിയിൽ എന്ത് ചെയ്യാം ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുക അല്ലെ. അപ്പൊ അത് ഫാർമസിസ്റ്റിന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല, ഡോക്ടറെ വിളിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്, അത്രയും ടൈം അവിടെ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഒരു റേഷ്യോ ഇവിടെ നോക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, percentage of inpatients developing unfavorable drug reaction. ചില പേഷ്യൻസിന് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ചില മരുന്നുകൾ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ചില ഇഞ്ചക്ഷൻ വെക്കുമ്പോഴോ ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാകാറുണ്ട്. അതിന്റെ പെർസെന്റേജ് ഇവിടെ നോക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OD. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അൺപ്ലാൻഡ് ആയിട്ട് എത്ര പേരെ റിട്ടേൺ ചെയ്യുന്നുണ്ട്? ചിലപ്പോൾ ഡോക്ടർ വരാത്തത് മൂലമോ അല്ലെങ്കിൽ അനസ്തേഷ്യയുടെ എന്തെങ്കിലും തകരാറ് മൂലമോ രോഗികളെ നമ്മൾ എന്ത് ചെയ്യാം, ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് റിട്ടേൺ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. എന്താണ് ഈ നിയർ മിസ്സസ് ഉദ്ദേശിക്കുന്നത്? ഇത് ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം, അങ്ങനെ മാത്രമേ എനിക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് നിയർ മിസ്സസ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഫാർമസിയിൽ പോവാണ്, നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫാർമസിയിൽ പോയി നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാണ് ഡോക്ടറിന്റെ. അപ്പൊ അതുമായിട്ട് ഫാർമസിസ്റ്റ് നേരെ മരുന്നുകളുടെ കളക്ഷൻ ഏരിയയിലേക്ക് പോവാണ്. മരുന്നുകൾ അവർ എടുത്തുകൊണ്ട് വരുമ്പോഴ് നമുക്ക് തരാനായിട്ട് അവര് നമ്മുടെ കൈകളിലേക്ക് അത് തരാൻ പോവാണ്. പെട്ടെന്ന് തന്നെ അവര് ചീട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, അത് പിൻവലിക്കുകയാണ്, ഇത് തരുന്നില്ല. അവര് പെട്ടെന്ന് തന്നെ അത് എടുക്കുന്നു, നോക്കിയിട്ട് ഈ മരുന്ന് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് പകരം വേറെ മരുന്ന് എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഫാർമസിസ്റ്റിന് നമ്മൾ ചീട്ട് കൊടുക്കുന്നു, ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. മരുന്ന് എടുത്തുകൊണ്ട് വരുന്നു, നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യുന്നു, മരുന്ന് ഇതല്ല, വേറെ മരുന്നാണ് അവർ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. പകരം അവര് വേറെ, അതായത് കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് നമുക്ക് രണ്ടാമത് എടുത്തുകൊണ്ട് വരുന്നു. അതിനെയാണ് എന്ത് പറയാ, നിയർ മിസ്സസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ പേഷ്യന്റെ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, നിയർ മിസ്സസ് എന്ന് പറയാം. ക്ലിയർ ആണോ? ആർക്കും അനുഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ? മനസ്സിലായോ? ഇല്ല, ഉണ്ടായിട്ടില്ല അല്ലെ, ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ, അതിനടുത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. അതായത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകള് അല്ലെ, അതായത് എന്താ പറയാ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും എഴുതാത്ത മെഡിക്കൽ റെക്കോർഡ്, അതുപോലെ തന്നെ കൺസെന്റ് ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡ്, ഇതൊക്കെ എന്താണ്, അതിന്റെ റേഷ്യോ എത്രമാത്രം അത് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് അവര് ചെക്ക് ചെയ്യുന്നുണ്ട്. Then percentage of transfusion reaction, അതായത് നമ്മൾ ബ്ലഡ് ഒക്കെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുക അല്ലെ, ബ്ലഡ് ഒക്കെ ഇപ്പൊ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാം. അങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തിലും ബ്ലഡ് ഒക്കെ എടുക്കുന്ന സാഹചര്യത്തിലും അതുപോലെ തന്നെ ബ്ലഡ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും ചില ആളുകൾക്ക് എന്താ പറയാ, ഓപ്പോസിഷൻ എന്താ പറയാ, റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ചില പേഷ്യൻസിന് ഇച്ചിങ്ങോ അല്ലെങ്കിൽ ഫീവറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലഡ് കയറ്റുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ റേറ്റ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് നോക്കി അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ബ്ലഡ് കൊടുക്കുന്നില്ല എങ്കിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക. അപ്പൊ അതിന്റെ ഒരു റേഷ്യോ ഇവിടെ കണക്കാക്കാറുണ്ട്. The next one, percentage of cases who received suitable prophylactic antibiotics within the specified time frame. അതുപോലെ തന്നെ ചില പേഷ്യൻസിന് ആന്റിബയോട്ടിക്സ് കൊടുക്കുന്ന ഒരു കാലയളവിനുള്ളിൽ ആ പേഷ്യന്റ് റിക്കവർ ആയി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് കൊടുത്തിട്ടും ആ പേഷ്യന്റിന്റെ സ്ഥിതി മോശമാണോ എന്നുള്ള ഒരു റേഷ്യോ ഇവിടെ ചെക്ക് ചെയ്യാറുണ്ട്. Then percentage of surgeries where the organization procedure to prevent hostile events like the wrong site, wrong patient and wrong surgery have been adhered to. അതുപോലെ തന്നെ ചില പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ, സർജറിക്കായിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ സർജറി റൂം മാറിപ്പോകുന്ന കേസുകള്, അതുപോലെ തന്നെ തെറ്റായ രോഗിയെ കൊണ്ടുപോകുന്ന കേസുകള്,
അതുപോലെ തന്നെ തലയ്ക്കാണ് പേഷ്യന്റ് സർജറി വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ വയറിനായിരിക്കും സർജറി ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസസ് ഒക്കെ ധാരാളം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? റോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ അല്ലാതെ മറ്റൊരു റൂമിൽ കൊണ്ടുപോകുന്നത്. റോങ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് തമ്മിൽ മാറിപ്പോകുന്നത്. റോങ് സർജറി എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ തമ്മിൽ മാറിപ്പോകുന്നത്. തലയ്ക്കാണ് സർജറി എങ്കിൽ ചിലപ്പോൾ വേറെ ഭാഗത്തായിരിക്കും സർജറി ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ചില കേസുകളിൽ വരാറുണ്ട്. അപ്പൊ അതിന്റെ റേഷ്യോ നോക്കാറുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ മെഡിക്കേഷൻ എറർ റേറ്റ്, അതായത് മരുന്നുകളിൽ എന്തെങ്കിലും പിശകോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റേറ്റ് കൂടി എന്ത് ചെയ്യാറുണ്ട്? നോക്കാറുണ്ട്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് രോഗിയെ നമ്മൾ സർജറി ചെയ്യുമ്പോൾ എന്തെങ്കിലും പഴുപ്പോ അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റിച്ച് വിടുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് സംഭവിക്കാറുണ്ട്. അതിനെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ ICU. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ICUവില് എത്ര പേര് ഡെത്തായി പോകുന്നുണ്ട്, ICUവിൽ എത്ര മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നതിന്റെ റേറ്റ് കൂടി ഇവിടെ നോക്കി കാണുന്നുണ്ട്. അടുത്തത് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ദ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ് 72 മണിക്കൂറിനുള്ളിൽ അതേ കണ്ടീഷനുമായിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ അതിന്റെ റേഷ്യോ നോക്കാറുണ്ട്. അതായത് പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ പേഷ്യന്റ് പഴയ അവസ്ഥയിലോട്ട് തന്നെ പോവുകയും ചിലപ്പോൾ പേഷ്യൻസിനെ മറ്റു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഇടയാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഒരു 72 മണിക്കൂറിനുള്ള ഒരു ടൈം ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കത്തീറ്റർ റിലേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്, അതായത് നമുക്കറിയാം സർജറി കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ചില പേഷ്യൻസ് എന്താ പറയാ ദീർഘകാലമായിട്ട് ബെഡിൽ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് യൂറിൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർക്ക് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യും, യൂറിനറി ബാഗ് ഉപയോഗിക്കും അല്ലെ. അതായത് ആ ഒരു കിടക്കുന്നതിന്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു ട്യൂബിലൂടെ എന്ത് വരും, യൂറിൻ അവരുടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പൊ ഇങ്ങനെ ദീർഘകാലം ഇങ്ങനെ പേഷ്യൻസ് ഇങ്ങനെ കിടക്കുമ്പോൾ ആ യൂറിനിൽ നിന്ന് അവർക്ക് എന്തുണ്ടാവാം, ആ ട്യൂബ് വഴി അണുക്കള് അവരുടെ ശരീരത്തിലേക്ക് കയറി സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിലൂടെ അവർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കണ്ടുവരുന്നതാണ്. അപ്പൊ അതിന്റെ റേഷ്യോ നോക്കാറുണ്ട്. എത്ര പേഷ്യൻസിന് ഇങ്ങനെ യൂറിനറി, അതായത് ഈ ഒരു ഇത് മൂലം ഇൻഫെക്ഷൻസ് വരുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്, അതായത് ചില പേഷ്യൻസ് കുറെ ദീർഘകാലം വെന്റിലേറ്ററിലൊക്കെ കിടക്കുമല്ലോ, അങ്ങനെയുള്ള പേഷ്യൻസ് എന്താ പറയാ കുറെ നാള് മാസ്ക് വെച്ച് കഴിയുമ്പോൾ, അതായത് ഓക്സിജൻ മാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെന്റിലേറ്ററിൽ ധാരാളമായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് അണുക്കൾ കയറി ശ്വാസകോശത്തിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി ന്യൂമോണിയ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിന്റെ റേഷ്യോ കൂടി ഇവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയും വരെ ഞാനത് എടുക്കുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം കേട്ടോ. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ്സ് പറഞ്ഞത് മനസ്സിലായോ? സ്റ്റാൻഡേർഡുകള് മനസ്സിലായോ? ക്ലിയർ ആണോ? സ്റ്റാൻഡേർഡുകൾ ക്ലിയർ ആണോ? എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് മാം പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്? പെർസെന്റേജ് ഓഫ് ക്ലിയർ മിസ്സസ് മിസ്സസോ? അതായത് തൊട്ടടുത്ത് വെച്ചിട്ട് മിസ്റ്റേക്സുകൾ തിരുത്തുന്നത്.
അതിന്റെ പെർസെന്റേജ് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, അത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടോ അതിന്റെ പെർസെന്റേജ്. ഓക്കെ. Then incidence of hospital connected pressure occurs after admission. എന്താണ്? പേഷ്യന്റ് എന്തെങ്കിലും ബെഡ് സോർ അവിടെ അന്ന് അഡ്മിറ്റ് ആയതിനു ശേഷം ഈ പ്രഷർ അൾസേഴ്സ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിന്റെ. ഓക്കെ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. 5 മിനിറ്റ് ചോദിക്കാമെന്ന് നോക്കിയിട്ട് കുറെ പേര് ആദ്യമേ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു തരാം. അതുകൊണ്ടാണ് ഞാൻ വേഗം നിർത്തിയത്. മാം അക്രഡിറ്റേഷൻ ഒന്ന് പറഞ്ഞുതരോ? അക്രഡിറ്റേഷൻ അല്ലേ? ഇതല്ലേ അക്രഡിറ്റേഷൻ ഹെഡിങ് അല്ലേ? യെസ് മാം. ഓക്കെ. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ പൊതുവായിട്ട് അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ആശുപത്രിക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ചില പ്രകടനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. അങ്ങനെ ചില പ്രകടനങ്ങൾ കാഴ്ചവെച്ചാൽ മാത്രമാണ് എന്ത് കിട്ടുക? അക്രഡിറ്റേഷൻ ലഭിക്കുക. നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തില്ലേ കാരുണ്യ? കുറച്ച് റേഷ്യോ നോക്കിയില്ലേ? റേഷ്യോ നോക്കിയില്ലേ? റേഷ്യോ അതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് ആദ്യം ഞാൻ പറഞ്ഞു തന്നെ നിയർ മിസ്സസ്, അതെന്താണ്? അതായത് ഒരു കാര്യം പേഷ്യന്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പായിട്ട് മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? നിയർ മിസ്സസ് എന്ന് പറയാ അല്ലെ? അപ്പൊ എത്ര തരം എന്താണ് പറയാ, എത്ര ടൈം അങ്ങനെ അവര് അതങ്ങനെ ചെയ്തിട്ടുണ്ട്, എത്ര ടൈം അങ്ങനെ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ട് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അതിന്റെ എത്ര തവണയാണ് അങ്ങനെ പറ്റുന്നത്. അതുപോലെ തന്നെ ലാബ് എന്താ പറയാ, ലാബിലെ റിപ്പോർട്ടുകളിലൊക്കെ എറർ സംഭവിക്കുന്ന കേസുകളുണ്ട് റിപ്പോർട്ടുകളിൽ. അപ്പൊ ഇപ്പൊ 1000 ഇൻവെസ്റ്റിഗേഷൻ എടുത്തു കഴിഞ്ഞാല് ചിലപ്പോ 500 എണ്ണത്തിൽ ചിലപ്പോ പെശക് പറ്റിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 200 എണ്ണത്തിൽ എന്ത് പറ്റിയിട്ടുണ്ടാവാം? പെശക് പറ്റിയിട്ടുണ്ടാവാം. അപ്പൊ അതിന്റെ ഒരു റേഷ്യോ നോക്കിയിട്ടാണ് എന്ത് കൊടുക്കുക? അവര് അക്രഡിറ്റേഷൻ കൊടുക്കുക. അപ്പൊ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി അവര് ചെയ്യുന്ന പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നോൺ കമ്പൽസറി ആണ്, ഇത് നിർബന്ധമില്ല. അതായത് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കണമെങ്കിൽ അക്രഡിറ്റേഷൻ നിർബന്ധമില്ല, പക്ഷെ അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നിലവാരം കൂടുതലാണ് ആ ഹോസ്പിറ്റലിന്. അതായത് അന്തർദേശീയ നിലവാരത്തിലുള്ള അക്രഡിറ്റേഷൻ ആണ് ആ ഹോസ്പിറ്റലിൽ ലഭിക്കുന്നതെങ്കിൽ ആളുകളൊക്കെ ആ ഹോസ്പിറ്റലിനെ ശ്രദ്ധിക്കും, കൂടുതൽ ആളുകൾ അവിടേക്ക് വരാനായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അക്രഡിറ്റേഷൻ കൊണ്ടാണ് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓരോ ഹോസ്പിറ്റലുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലാബുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തില് അതായത് കുറച്ച് കാര്യങ്ങള് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും, പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ ഇന്ത്യയില് 860 ഹോസ്പിറ്റൽസിന് നാബ് അംഗീകാരം ഉണ്ട് കേട്ടോ. 860 ഹോസ്പിറ്റൽസിനാണ് നാബ് അംഗീകാരം ഉള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ 53 ഹോസ്പിറ്റൽസിന് നാബ് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കേവലം 53 ഹോസ്പിറ്റൽസിന് മാത്രമാണ് കേരളത്തില് നാബ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, എത്രമാത്രം പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവർ അംഗീകാരം കൊടുത്തിട്ടുണ്ടാവുക. കേരളത്തില് 14 ജില്ലകളിലെ ധാരാളം ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷെ ആ 14 ജില്ലകളുമായിട്ട് ആകെ 53 ഹോസ്പിറ്റലുകൾക്ക് മാത്രമാണ് അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അതിനകത്ത് ഒരു 5 മെഡിക്കൽ കോളേജ് വരും. 5 മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതുപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല കേരള, പിന്നെ മലബാർ കോളേജ് ഓഫ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, അതുപോലെ തന്നെ ദാസ് വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് വയനാട്, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് വയനാട്. ഇത്രയുമാണ് നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജുകള്. അതുപോലെ തന്നെ എന്താ പറയാ, ചില ഹോസ്പിറ്റൽസിന് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്.
അതിൽ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കാലിക്കറ്റ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം, ലക്ഷോർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കൊച്ചി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി, ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം. അപ്പൊ നിങ്ങൾ നോക്കി വന്നാൽ നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള ഏക ജനറൽ ഹോസ്പിറ്റലാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഇതൊക്കെ എന്താണ്? നാബുമായിട്ട് അല്ലെങ്കിൽ നാബിന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. 260 ഹോസ്പിറ്റൽസിലാണ് ആകെ ഇന്ത്യയിൽ നാബിന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 53 ഹോസ്പിറ്റലുകൾക്ക് മാത്രമാണ് കേരളത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇത് 2023 കണക്കാണ് കേട്ടോ. സോറി, 22 കണക്ക് പ്രകാരമാണ് ഞാൻ ഈ പറയുന്നത്. അതിനുശേഷവും പല എന്താ പറയാ, ഞാൻ പറഞ്ഞ ഓൺഗോയിങ് പ്രോസസ് ആണ്. അതിനുശേഷവും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അല്ലെങ്കിൽ പല സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടാകാം കേട്ടോ. ഏകദേശം ക്ലിയർ ആണ്? യെസ് മാം. എങ്ങനെയുണ്ട് ചാപ്റ്റർ? ഇപ്പോഴാവോ പ്രോബ്ലം ഉണ്ടോ നിങ്ങൾക്ക്? കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, അത്ര ഈസിയാന്നൊന്നും പറയാൻ പറ്റില്ല. കുറെ പഠിക്കാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട് മാം, ഓർത്ത് കുറെ വെക്കാനായിട്ട്. കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞാലാണ് ഈ ചാപ്റ്റർ നിങ്ങളുടെ തലയിൽ ഒന്ന് ഇരിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കുറെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ട് വായിക്കാം. ഓക്കെ, ഓക്കെ മാം. താങ്ക് യു. വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. വേറെ ആർക്കും സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ലെഫ്റ്റ് ആയി തോന്നുന്നു. പറഞ്ഞോളൂ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇല്ല, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.